തലാഖ് എന്റെ മൊഴി ചൊല്ലി അയച്ചിരിക്കണം. തങ്ങളെ അബ്ദോ, എടാ അബ്ദോ, ആ അബ്ദോ, ഇതിനിത് എവിടെ പോയി കിടക്കുക? ആ, നീ എവിടെ പോയി കിടക്കുക? എന്തേ മാരേട്ടാ? പറഞ്ഞു തരാം, വാ വാ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി എറിയുന്നവനാ ദൈവം നമ്പുരാൻ. നിന്റെ മൊയ്തീൻ കോയ ഹാജിക്ക് നല്ലൊരു ഏറ് കൊണ്ടിരിക്കണം. കൃത്യമായിട്ടാണ് തമ്പുരാൻ എറിഞ്ഞിട്ടുമുണ്ട്. എന്തേ? നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ കാര്യം പറയും കുമാരേട്ടാ. ആ രണ്ടാമത്തെ പെണ്ണില്ലേ, എന്തൊന്നത്? നസീമ. ആ അതന്നെ. അതിന്റെ കെട്ടും കച്ചവടം വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞത്രേ. ഇനിയിപ്പോ പടച്ചവനെ വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. മൊഴി ചൊല്ലിന്ന് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മോനെ. ഇക്കാക്ക ഇപ്പം എവിടെ ഉണ്ടാവില്ലേ? കടവത്തുണ്ടാവും. രാത്രിയില് പള്ളി കിടക്കും. നേരാണോ അന്നെ പറ്റി കേട്ടത്? നേരാ. അന്റെ കെട്ടിയവൻ ജമാല് ധരിച്ചോ? ജമാലിക്ക കെട്ടിയ മാത്രല്ലേ കക്ക, എന്റെ വയറ്റ് വളരുന്ന കുട്ടിന്റെ ബാപ്പയും കൂടെയാണ്. അബ്ദു, നിങ്ങളെ കണ്ട് ഒരു വിവരം പറയാൻ വേണ്ടി വന്ന. എന്താ അബ്ദു? നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ളവരല്ലേ? നിങ്ങള് നസീമാനെ ഒഴിവാക്കരുത്. ഓള് പാവ. എല്ലാം കഴിഞ്ഞില്ലേ അബ്ദു? എല്ലാരും കൂടി കണക്ക് തീർത്തില്ലേ? ഇനി തീരൂല. നിങ്ങൾ തമ്മിലുള്ള ഇടപാട് ഇനി പടച്ചോൻ തീർത്താലും തീരൂല. നസീമാന്റെ വയറ്റില് നിങ്ങളുടെ കുട്ടി വളരുന്നുണ്ട്. അബ്ദു പറയും, ആ കുട്ടിയും നിങ്ങൾ തമ്മിലുള്ള ഇടപാട് തീർത്താ തീരുവോ? ഒഴിവാക്കരുത്. പടച്ചോനെ വിചാരിച്ച് ഓളെ ഒഴിവാക്കരുത്. എല്ലാം ഞാൻ കേട്ടു. ആര് കേട്ടിട്ടും ഇനി കാര്യമുണ്ട് മോളെ. ഒന്നും പറയണ്ട, ഇത്താനെ കൊണ്ടുവരണം.
ഞാനും നീ വാശിച്ചുകൊണ്ട് മാത്രം മൊഴി അയച്ചില്ലേ? കൊടുക്കാനുള്ള സ്വർണവും പണവും കൊടുത്തയച്ചു ബാപ്പ. പ്രായമായ വഴക്കും വക്കാണത്തിനും ആളായിട്ട് ഇക്കാക്കയും കൂട്ടുന്നിട്ടല്ലേ? ഈ കുടുംബത്തോട് അവര് ചെയ്തതോ? അനക്ക് പറഞ്ഞുറച്ച കല്യാണം പണത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ നസീമന്റെ ബാപ്പ മുടക്കിയത്? അയാൾ കെട്ടാൻ വന്നത് എന്നെ ആയിരുന്നില്ല, ബാപ്പ കൊടുക്കാന്ന് പറഞ്ഞ പണത്തെ ആയിരുന്നു. പോയെങ്കിൽ പോട്ടെ. അതുപോലെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം. എനിക്ക് എന്റെ നസീമാത്താനെ വേണം, ഇക്കാക്കയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ വേണം. കൊണ്ടുവരണം, ഇക്കാക്ക പോയി കൊണ്ടുവരണം. നിങ്ങൾക്ക് മക്കളുണ്ടായി കാണാൻ നിങ്ങളെക്കാളും ഉമ്മയും ബാപ്പയും ആശിച്ചു. പക്ഷേങ്കില് കൊള്ളാനും കൊടുക്കാനും വയ്യാതെ കുടുങ്ങിയല്ലോ എന്റെ ബദരിങ്ങളെ. ഉമ്മ, എന്താ മോനെ? വെച്ച് താമസിപ്പിച്ച് പെറ്റുപോറ്റാനാണോ ഉദ്ദേശം? എനിക്ക് പരിചയമുള്ള നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഓള് സമ്മതിക്കുന്നു. സമ്മതിച്ചേ പറ്റൂ, പുറത്ത് മനുഷ്യരറിയും. ഈ വീടിനും കുടുംബത്തിനും പേരുദോഷമുണ്ടായാൽ അതിന്റെ നാണക്കേട് എനിക്കൂടിയാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം, അത് ഉമ്മാന്റെ സാമർഥ്യം. മോനെ, പെറ്റ തള്ളയല്ലേ ഞാൻ. മൊയ്ചൊല്ലി വിട്ടവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് മുടക്കാച്ചരക്കായി കാലാകാലം നസീമയുടെ കഴിയണമെന്നാണോ? പൊന്നുമോളെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ നിൽക്കല്ലേ. ഇപ്പം കൈകി തുടച്ചാ പോണ കറിയെ പറ്റിയിട്ടുള്ളൂ. നസീമ, നാളെ ഒരു പുരുഷന്റെ കൂടെ കുടുംബമായിട്ട് നിനക്കും ജീവിക്കണ്ടേ? കെട്ടി ഒഴിഞ്ഞവന്റെ കുട്ടീനെ ഏറ്റെടുക്കാൻ തറവാട്ടി പറഞ്ഞ ഒരുത്തിനും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഏറ്റെടുക്കണ്ട, ആരും ഏറ്റെടുക്കണ്ട. നസീമ, ഉമ്മ പറയുന്ന അനുസരിക്ക്. ബാപ്പയില്ലാത്തൊരു കുട്ടി ഈ വീട്ടില്. എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്, എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്. ഞങ്ങളൊക്കെ മാനം കെടുത്തിട്ട് ഈ അടങ്ങുള്ളില്ലേ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. മോളെ, പാപ്പ പറയണത് അനുസരിക്കണം. എല്ലാവർക്കും പറയാനുള്ളത് ആ അതന്നെ. ഇല്ല, ഞാനത് ചെയ്യില്ല പാപ്പ, ചെയ്യില്ല. നസീമ, മാഞ്ഞാളം കൊഞ്ചാനുള്ള നേരല്ലത്. മനുഷ്യന്റെ ഇടയിൽ മാനം കെടാൻ എനിക്ക് പറ്റൂല. മാനോ മാനക്കേടൊക്കെ എല്ലാരും നോക്കിയുള്ളൂ. മനസ്സിന്റെ വേദന പഠിച്ചും പോലും കാണുന്നില്ല. പാപ്പാന്റെ വാക്കും കേട്ട് ഗർഭിണിയായ എന്നെ മൊയ്ചൊല്ലി അയച്ച ആ നട്ടിലില്ലാത്തതിനെ ഓർത്തിട്ടാ ഈ വേദനപ്പെടുന്നത്? ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല.